ചങ്കുകളെ എന്താ കഥ? അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റിൽ കൂടെ നടക്കുന്ന സമയത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ കുറച്ച് ഒരു 4 പേര്, അവർ ഏകദേശം ഒരു 55, 60, 70 വയസ്സൊക്കെ ഉള്ള കുറച്ച് ചെറുപ്പക്കാരാണ്. ഒരു 4 പേര് കളി ഉണ്ടല്ലോ, ഒരു ജിയാൻസി എന്ന് പറഞ്ഞ കളിയാണ്, ചൈനീസ് കളിയാണ്. നല്ല കിടുകിടുമായിട്ട് അവർ കളിക്കുന്നുണ്ട്. അവരുടെ പ്രായം വെച്ച് നോക്കുമ്പോഴേ ഇത് എങ്ങനെ കളിക്കണമെന്ന് നമുക്കിങ്ങനെ അത്ഭുതപ്പെടും. അങ്ങനത്തെ ഒരു കളിയാണ്. ഇപ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ നൃത്തം ചെയ്യുന്ന പോലെ തോന്നും കേട്ടോ. പക്ഷേ അത് കണ്ടില്ലേ, ആ ഒരു പന്ത് അത് എങ്ങനെ നമ്മൾ അടിച്ചു കഴിഞ്ഞാലും താഴെ വരുന്ന സമയത്ത് അത് നമുക്ക് കാലുകൊണ്ട് തട്ടുന്ന രീതിയിലാണ് താഴേക്ക് വരിക. ചെറിയ സമയം കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിട്ട് കളി അത് നിലത്ത് വീഴാതെ തന്നെ കൊണ്ടുപോകണം. അപ്പോൾ നിലത്ത് ആർക്കാണോ അത് പന്ത് തട്ടാൻ കഴിയാത്തത്, ആരാണോ നിലത്ത് വീഴ്ത്തുന്നത്, അവർ ആ കളിയിൽ ഔട്ടാവും. പക്ഷേ ഇത് ഒരു വ്യായാമത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ഇത് സീരിയസ് ആയിട്ട് തന്നെ കളിക്കുന്ന ടൂർണമെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ പ്രായങ്ങളിൽ ഇങ്ങനെ കളിക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ഡൗട്ടാണ്. പിന്നെ വേറൊരു കാര്യം, ഇവർ വ്യായാമത്തിന് കൊടുക്കുന്ന പ്രാധാന്യം അത് ഒരു സംഭവം തന്നെയാണ്. ഇത് ചൈനയാണ്, 8 മണിക്കൂറേ വർക്കുള്ളൂ. എന്ത് തരം വർക്കാണെങ്കിലും അവർ 8 മണിക്കൂറേ ചെയ്യുള്ളൂ. അതിന് ശേഷം പിന്നെ ഫാമിലി ആയിട്ടും മറ്റുമൊക്കെ വ്യായാമം ഔട്ട്സൈഡ് പാർക്കുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പാർക്കിലൊക്കെ വളരെ തിക്കും തിരക്കുമാണ്. നമുക്ക് തോന്നും ഇവരുടെ നാട്ടിൽ വേറെ ടൂറിസ്റ്റുകളുടെ ആവശ്യമൊന്നുമില്ല, ഇവർ തന്നെ മതിയെന്നാണ് തോന്നും. അപ്പോൾ അത്രയും ഇവർ തന്നെ ഇവരുടെ രാജ്യത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഞാൻ പറയാൻ വന്നത്, ഞാൻ വെള്ളം പിടിക്കാൻ വന്നതാണ്. അപ്പോൾ എങ്ങനെ വെച്ചാൽ ശുദ്ധമായ വെള്ളം 24 മണിക്കൂറും നമുക്ക് കിട്ടും. എങ്ങനെ? അവർ ഈ കിണറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത് പ്യൂരിഫൈ ചെയ്തിട്ട് നമുക്ക് എത്ര ലിറ്ററാണോ വേണ്ടത് ആ ലിറ്ററിനുള്ള ക്യാഷ് നമ്മൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഈ കമ്പനിയിൽ നിന്ന് കാർഡ് വാങ്ങാൻ പറ്റും, NFC കാർഡ്. അപ്പോൾ കാർഡ് വെച്ചിട്ട് നമുക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യാം. ഞാൻ ഓൺലൈനിൽ പേയ്മെൻറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തു. അതിൻ്റെ സ്വിച്ച് അമർത്തി വെള്ളം വന്നു. വളരെ ഈസിയാണ്. പ്യൂരിഫൈ ചെയ്തിട്ട് നമുക്ക് കിണറ്റിൽ നിന്ന് ഡയറക്റ്റ് വെള്ളം എടുക്കാം. ഇതൊരു നമ്മുടെ നാട്ടിലൊന്നും കാണാത്തൊരു സെറ്റപ്പാണ്. ഇങ്ങനെ QR ഉണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം എടുക്കാം. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത് വരാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്